का स्वागत आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हैं पंजाबी हाउस के सीन 2 का रिएक्शन। और ये बहुत ही मज़ेदार मूवी चल रही है अभी तक तो, और इतना ज़बरदस्त। लाइक मेरे को वही हम बात कर रहे थे कि लाइक शाहिद और इन सब के एक्टर्स, उनकी एक्टिंग बहुत अच्छी लगती थी, लेकिन यहाँ मुझे लगता है वो चीज़ क्रॉस हो जाएगी। मुझे भी यही लग रहा है, बिकॉज इतनी देर में इतना सैड भी हो गया, फनी भी हो गया। मेरे को तो लग रहा है कि हम हंस हंस के पागल होने वाले हैं। देखते हैं क्या होगा, तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। म्यूजिक चेंज। नेक्स्ट डे मॉर्निंग, अनदर सी शो। सरदार जी, यहाँ से पंजाबी हाउस चालू हुआ। ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല തലയ്ക്കകത്ത് എന്തെങ്കിലും 7 meters of cloth. അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. മലയാളം मलयालम सीख जाते हैं हम लोग जहाँ पे होते हैं। ആരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? गुजराती बोल के दिखा। ആ, നിങ്ങളെയൊക്കെ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു 2 വരെ കവിത തെറ്റുകൂടാൻ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കും? അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ അസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ? അയ്യോ, പായയുടെ കാശ് നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ബോട്ട് വന്ന് कहाँ ही छुपने की कोशिश कर रहा था बेचारा। अरे ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ Praying, നമസ്കരിക്കുന്നു. अच्छा। अरे इन्हें लग रहा है वो कर रहा है ഇന്ന് pray। പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത്. नमाज लग रही होगी इनको। എന്റെ ബോട്ട്. हाँ। ഏ? നീ ഒളിച്ചിരിക്കല്ലടാ. ഇങ്ങോട്ട് എഴുതേക്കടാ ചതിയാ. അത് നോക്കി എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാത്തിയെങ്കിലും ഈ സാബാണൊരു പാവം. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് ഇറങ്ങി എത്ര രൂപ ലേലം കൊണ്ടെന്ന് വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശ് പിടിച്ചു. എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എത്ര? अरे तो पैसे दोगे तो वो देगा ना। തരാന്ന് പറഞ്ഞാ എപ്പ തരുമെന്ന് പറയാ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വില എന്താ ഇത്? ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. टेबल टर्न हो गई। സാബ് വിഷമിക്കുന്നു വേണ്ട. ധൈര്യമായിട്ട് വീട്ടിലേക്ക് വയ്ക്കും. ഞാൻ പോയിട്ട് വന്നേക്കാം. पैसे लेने आया था, देने पड़ रहे। പിന്നെ ലേലം വിളിക്കാൻ വന്നവരെ എന്റെ കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. ऊपर जाओ। നീ പോലുമില്ലേ? രമണ, ഇതെന്താണ് മത്സ്യകന്യക? मरमेड, जलपरी। ओ രമണ, നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ? जिंदा है। ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിന് ആശുപത്രി കൊണ്ടാ മുതലാളി പോരെ? ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതിൽ വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് നീ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകും. നന്നായി. മുതലാളി ആഗസ്റ്റ് 15-ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്ക് പടക്ക് കിട്ടിട്ട് എന്തിനാ പട്ടി നിന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കണം? പതക്കല്ല अवार्ड चाहिए उसको क्रैकर से। ഈ ഡെഡ് ആശുപത്രി കൊണ്ടുവന്ന് ഇവിടെ മരിച്ചാലുണ്ടല്ലോ बना पाएगा। എന്നാ പിന്നെ പണ്ടാറങ്ങാ. हॉस्पिटल का माहौल कैसा है? എന്താ? ഇവിടെയുള്ള മരത്ത് കൊടുത്താൽ മതി. ആരും സ്പൂൺ പറ്റി. ഒരു കുറ്റി ഇപ്പോഴല്ലേ കൊടുത്തു. അതിനൊന്നും കുടിക്കരുത്. അരെ ഒട്ടാ കൊടുത്തേക്കാ. കണ്ടവനെ ഹോസ്പിറ്റലിൽ വലിച്ചു കയറ്റട്ടെ. ആദ്യപ്പെട്ട. എന്നെ ചവിട്ടിട്ട് നീ കരയുമ്പോഴാ ഞൊണ്ടി. अब इसका क्या है? अरे എന്താടാ ഇത്? ഒന്ന് പറഞ്ഞൂടെ? സ്ലോ മോഷനിൽ വീഴാൻ അറിയില്ല. എന്തു മുതലാളി? എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ലക്ഷണമുണ്ട്.
ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കണത് ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്. ഓ ലോഡ് ഓഫ് വെൽത്ത്. കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും. ചില ലക്ഷപ്രഭുക്കൾ കടലിൽ കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ എന്താണെന്ന് നോക്കിയേ. ഇതെന്താണ്? ഇത് കല്ലാസ്. കല്ലാത്തല്ല, കള്ളാത്ത്. क्या पेपर है? അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. He should get, no? He should give. ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണ്. ഇവന് രക്ഷപ്പെടുത്തി ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം അളവും കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയോ? അത് മമ്മിക്കറിയാം. മമ്മി ഇവനാരുടെ? അത് അവർക്കറിയാം. ആർക്ക്? ഡാഡിക്ക് മമ്മിക്കും. ഡാഡി മമ്മി ആരാ? इसके डैडी कौन? मम्मी कौन? मम्मी कौन? मम्मी को इसको पता. അവരാരെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയുന്ന ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ? कितना स्कैरी लगता है. ദേ വന്നു. ആര്? ബോധം. ഭൂതോ? ഭൂതമല്ല, ബോധം. ദേ കണ്ണൂർ തിരികാണില്ലേ? മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. You're not നിന്നെ dead. രക്ഷിച്ചത് ഞാനാ. അതെ, ഞങ്ങളാ. നീ ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട. കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തേലും ഉണ്ട്. നമുക്ക് ഉടനെ മേടിക്കുന്നത്. മോന്റെ വീട് എവിടെയാണ്? പറ മോനെ. ഞങ്ങൾ പറയണത് മോൻ കേൾക്കണുണ്ട്. ആ എങ്ങനെ കേൾക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ, മോനൊന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. എവിടെ അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കട്ടെ. ആ പിന്നെ നിന്നെ രക്ഷിച്ച വഴി കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്ന് കിട്ടണം. ओ ദേ ബോധം പോയി. പോകുമല്ല. ഏ? ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതി. ऐसा तो नहीं सब भूल गए. ആഭരണം അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, वो है ना गुंगे बनेंगे ना. എന്താണ് ഊരും കൂടി എവിടെയാണ്? ആ. കാശപ്പ തരും. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ 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 യവ. കണ്ട, ഇവൻ പതിരനും മൂങ്ങനുമാണ്. इनको आइडिया आ गया. हाँ ये ठीक है, ऐसे ही रहता हूँ. എടാ, സത്യം പറഞ്ഞു നിന്റെ വീട് എവിടെയാണ്? എന്ത് വീടാ അവിടെ? ആംഗ്യ ഭാഷ ചോദിക്കും മുതലാളി. എന്നാ ഊരും കൂടി എവിടെയാണ്? ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചുതരാം. എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ്? ये क्या? ആ. അയ്യോ, അഞ്ഞി കൊടുത്താ പറയാന്ന്. എന്നാ, മൂന്നെണ്ണം. നിന്റെ ഊരും കുടി എവിടെയാണ്? പറ. അതായത് നിന്റെ വേണ്ട, 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 വേണ്ട. ഇനി നീ ഊരണ്ട. ഓ, മോനെ, മോനെ. ആ, വീട് ആ. നിന്റെ എവിടെയാണ്? तेरा का. ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. All places in കേരളത്തിൽ Kerala. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷ. ജപാൻ. ജപാൻ ജപാൻ. ഊര്. അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് മനസ്സിലായില്ലേ? ആ ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി. എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ആ, ഇത് നോക്കിയോ? കാല് 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 काल. കാല്. ജപാൻ. അടി. आदि. കാല്. കാലടി. Full force से मारा है. വെട്ടൂര്. വെട്ടൂര് ചോദിക്കുന്ന വെട്ടിക്കൊല്ലും പണ്ടാണ്. അവനേത് കുതാമെങ്കിലാണ്. ഇത് ചോദിക്കരുതോ? നിനക്കെന്ന് പറയാൻ കാശ് പണം എന്താണ്? ഞാൻ കോഴിക്കോട് നിൽക്കും. മോനെ, മോനെ. കോഴി 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 കോഴി. ഡാൻസ് അല്ലടാ, കോഴി കോഴി. कोड़ी कोड़ी. Kodi. കൊച്ചു വരെ വരുമ്പോ കോടുമില്ല ഇങ്ങനെ. No. കോടി കോഴിക്കോട്. കോഴിക്കോട്. രക്ഷപ്പെട്ടു. अंडा बता रहे हो तो अंडा. Anna Burchi. ആ
एक ले आओ ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം കൊല്ലിന്റെ ബന്ധം ഓ നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു. എന്താ കാര്യം? നിനക്ക് കടലിൽ നിന്നോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാനാ പറഞ്ഞേ. ओ ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അതോ പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട അകത്തൂടണ്ട, അവനാ വാതിക്ക നിന്നോട്ടെ, പാറാവുകാരൻ കൂട്ടാവും. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. चलो आ गया नया बोझ എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ले ഇതിന് जाओ ചെലവ്? उसको ചെലവൊന്നും വേണ്ട, ഇതെന്നെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. താങ്ക് യു. वो मांग रहे थे वो कहते मत दो क्या ഇപ്പൊ बात കിണ്ണം है പറയാൻ വെച്ചതുപോലെ अच्छे लग रहे हैं ये लोग ആകപ്പാടെ കടവും കടപ്പടി കൂട്ടത്തിലൊരു ഉരുപ്പടി. പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. ഇവേ, ഇവേ, ദുബേ ഒരെണ്ണം തന്നില്ലേ, നീ ഇത് മുഷിന് നാളെ അപ്പ തരാം. ഇവേ, യമക്കെ കയ്യിലുള്ള കൊണ്ട് പോകാതെ നോക്കട്ടെ. ഇവേ, ഒരു ചെയ്താൽ, ഇവേ, ഇവേ. അണ്ണാക്കിട്ട് വിട്ടൻ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് നീ വലിച്ചിട്ടല്ലേ വിളിച്ച് തള്ളല്ലേ? अच्छा वो पूछ कर रहे ഓഹോ, അപ്പൊ ഇവനായിരുന്നില്ലേ ഡ്രൈവർ? അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊക്കെ വലിച്ച് കേട്ടായിരുന്നാ മതി. അച്ഛനെ 3 ചായ, 1 പാല് കുറച്ച് കിട്ടും. അതാക്കാൻ മുതലാളി വിട്ടു. मुझे भी അതിവന് ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. കിട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട കൈ ഇട്ടോ. इनकी चाय में दूध नहीं दे रहे എന്ത് ഭാവി, വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാൻ ചെന്നെ. ഉത്സയാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക് പൊട്ടാൻ മനസ്സിലാവൂല. अरे वो बोल नहीं सकता पर इतना नहीं उसको समझ नहीं आता മധുരല്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്ക് തന്നെ വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ മധുരം. कहाँ जा रहे हैं ये ഏറായാലും കുടിച്ച് നീ നനഞ്ഞു കയറാം. ഉണങ്ങ് ഒരെണ്ണം അവനോടത്തേക്ക്. ഉണങ്ങ്. യവാ, മുതലാളി, അവനെ കാണാനില്ല. അവനെ കാണാനില്ല. യവാ, യവാ. ഹലോ, ഹലോ, ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ, അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഉടനെ കിട്ടും. और पैसे की बात है ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആൾ മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. അതെ, നിങ്ങൾക്ക് എത്ര തരാനുള്ളത്? എനിക്കും തരാനില്ല. ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ? എത്ര എത്ര രൂപയാ? അതൊക്കെ ഞാൻ യവാ, യവാ, യവാ. യവാ. ദേ മുതലാളി ജപൻ. ശ്ശെടാ, ഇത് പൊട്ടന്മാരി കളിക്കാനുള്ള സാധനമല്ല. ओले हाँ उस टाइम तो ये होता था ना വെറുതെ ബില്ലടിക്കണം. വിളിച്ചും കേടാ. ഏയ്, പണം തന്നിട്ട് പോണം. अरे रे പണം തരാനോ? എടോ, ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ अरे ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. यार। എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്നു? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആരെ? ഇയാളെ? ഇയാളെ? വേണ്ടടാ, വേണ്ടടാ, വെറുതെ തല്ലോളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോകാനുള്ളടാ. മുതലാളി, അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ. പോയി നോക്കടാ. वो बैठ जाता है നടക്കടാ. പണ്ടാരം എന്റെ തലയിലായടാ. ഇവൻ പലേ എന്താ മുതലാളി തലയിലാവും. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിലൊന്നുമില്ലല്ലോ. ബോട്ടിന്റെ കെട്ടയക്കണം. ആ പഞ്ചാബികളുടെ ബോട്ട് പിടിച്ചെടുക്കുന്ന കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞു. ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറം കടലിൽ ഞാൻ കണ്ണീര് പിടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ, എന്താ ഷോറ പിടിക്കാൻ വേണ്ടി പുറകിടലിൽ ഞാൻ ഒരു പെട്ടിക്കുട നോക്കണം. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ വയലും പച്ച ചെമ്പിനെ ഞാൻ കഴിച്ചു. ഇപ്പൊ കുളവാഴം വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെറ്റ് എന്താണ്? കടം പൈസ കൊടുക്കൂല. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവരെന്റെ കഴുത്തിൽ കളഞ്ഞിലേക്ക് നിന്നെ ബോട്ടിക്കേറ്റു. മുതലാളിക്കും കയറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞു. ओ കെട്ടഴിക്കാൻ പറഞ്ഞത്. ആ, അങ്ങനെ മലയാളത്തിൽ പറ. കൊല്ലില്ല പറഞ്ഞു.
ഇനിയിപ്പോ ഏതായാലും ബോട്ട് വിൽക്കാം. ദേ കേറട്ടെ. ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെണ്ടി. വലത് കാലത്ത് ഓ ചെട്ടി പുറകോട്ട് പോണല്ലോ, ബോട്ട് മുമ്പോട്ട് പോണ്. ഓ नो എന്താ മറിമായം? वो ले गए बोट की God. ബോട്ട് പോകും. എവിടെ വെള്ളം ചാടാ? ഞാൻ മനസ്സിൽ കാര്യം വോട്ട് പോയില്ലേ? എന്റെ ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. God. അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. ഇത് ഞാനും നീയോടാ. മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. व्हाट എന്ത് डिसीजन തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. पंजाबी house. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്തിന്? हाँ. അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. ठीक है അപ്പൊ ഒരു തീരുമാനമായില്ലേ? एटलीस्ट एक डिसीजन हो गया Oh God. കത്തിക്കടാ. ओहो ओहो क्या बात है. चलो फाइनली पंजाबी हाउस देखने को मिल रहा है തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുതലാളി രമണനും വന്നേക്കണെന്ന്. ആ പറയാ, കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ओ कुश्ती करने को रेडी है ആ മയൽമാൻ അഞ്ചടി Oh wow. चालू ओ भाई क्या बात है. यहाँ सीधा कुश्ती का माहौल चालू है हमारे घरों में पूरे टाइम फाइट्स नहीं होती है कैसे दिखाया है ना यार पूरा. ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. और कितने वाइब्रेंट कलर्स दिखाए हैं सब. हाँ. ऐसे इतने वाइब्रेंट कलर्स. सारे कलर 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 ചെല്ലാം സാർ. സർദാർജി നമ്മുടെ ബോട്ട് ബോട്ടോ എടോ ഇത് പഞ്ചാബാ പഞ്ചാബ് ഇവിടെ ബോട്ടുമില്ല ബോട്ടുമില്ല എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാ അതുകൂടി പോയാൽ കാശി ചോദിച്ച് ആളയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് വെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ബോധയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു ഓ. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം आहा. कुश्ती में हरा दो അടിച്ച് തോൽപ്പിക്കും. ബോട്ട് കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ कैसे हराओगे ഏടാ, ബോട്ട് ഫ്രീ കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട അതും ഫ്രീ ओहो ചെല്ല്, ചെല്ല്, ചെല്ല്. ये अरे वो एक्चुअल बॉडी बिल्डर्स है भाई चटनी बन जाएगी. ഇത് എന്താണ്? എന്ത് പറ്റി മുതലാളി? ഞാൻ ശരിയാവില്ല അവൻ ഞെട്ടിട്ടിരിക്കുന്നു അത് മുതലാളിക്ക് എന്താ? ഒരു ബോട്ട് തിരിച്ച് പിടിക്കാൻ വരുമ്പോഴേക്കും കട്ടിയിട്ടൂടെ? അത് ഇവിടെയാടാ ഇവിടെ ബോട്ടിന്റെ മുന്നിൽ ഉണക്കാറ്റപ്പോഴാണ് ഒരു ബോട്ട് കൊണ്ടുപോയത് എന്നാ ആദ്യം അത് ചോദിച്ചാലോ? എന്ത് പറ്റി ധൈര്യം ചോർന്നു പോയോ ഏയ് വല്ലത് ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. അങ്ങനെയൊന്നുമില്ല ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായി रमन ये ക്ഷത്രിയനല്ലേ സത്യം തന്നെ, പക്ഷേ ലീസിന് പറ്റില്ല. എങ്കിൽ സോണിയായി വായി പിടിക്കട്ടെ. सोनिया സോണി അതാരി. ओ अरे नहीं അന്നാട്ടെ हल्के वो भी मतलब तगड़ी लग रही है अरे सोनिया सोनिया ये पता था. ये सोनिया है लंबी चौड़ी सोनिया. ओ സോണിയ പിടിയവനെ
Oh my God! ये 2000s की कॉमेडी है। ओ भाई सबको मार रहे हैं। बेचारा पतला सा है। अरे यार इनको तो ना मारो, ये तो गूंगे हैं। അവനെ മാത്രം ഒന്നും ചെയ്യരുത്, അവന് ഊമയാണ്. സാറേ, ഇത് ഞങ്ങൾ തല്ലല്ലേന്ന് പറ. ഇത് തല്ലിയതല്ലടാ, ഞങ്ങളുടെ ഒരു തരം കളിയാ. തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളെ കാശ് കിട്ടും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കുതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് नहीं होने वाला। എനിക്കറിയില്ലേ എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്കാം എന്ന് അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവരിവിടെ നിൽക്കട്ടെ. ओ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവരെ. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. नेफ्यू। ये कब हुआ? എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. क्या ड्रामे कर रहे हैं ये लोग। പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റുന്ന മുതലാളിക്ക് സ്വന്തം അനന്തരവനെ എങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? तू भी रुकेगा। ഏയ്, അയ്യോ അത് വേണ്ട, എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. अच्छा इतना दर्द। तू भी रुकेगा। ഞാൻ ബോട്ട് കൊണ്ട് പോകുന്നതേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെ. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി. വിടാതെ കൊണ്ടുപോകും. മക്കളെ, ഞാൻ വാക്ക് കൊടുത്തു പോയി. ജപ്പാനല്ലേ വാക്ക് കൊടുത്ത്. വാക്ക് മാറില്ല മുതലാളി. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ പൊട്ടനും പോയി, മറ്റനും പോയി, ബോട്ടും കിട്ടി. അല്ലെന്താ क्या सीन था ये। और यहाँ पे फाइनली ये लोग पंजाबी हाउस एंटर हो चुके हैं और इन दोनों को भी रख लिया गया है और यहाँ पे क्रेजीनेस अभी चालू होने वाली है। द थिंग इज पूरा जो घर था इतना ज़्यादा कलरफुल था एंड लाइक मतलब जैसे यही प्रियदर्शन सर की हमने वो गुजराती वाली वाइब देखी है, वो प्रॉपर गुजराती घर लगता है। ये तो ऐसा था कि पंजाबी उनके लिए यही था कि बस कुछ भी करते हैं वो ऑल कलर। हाँ मतलब कलरफुल और बस मारते मुड़ते रहते हैं बस। हाँ। एकदम मतलब उन्होंने इससे पूरा स्ट्रेंथ दिखाई है कि पंजाबी मतलब किसी का सोचो पंजाबी लड़का है तो मतलब आप सोचते हो कि हट्टा गट्टा लड़का होगा, हट्टा गट्टा लड़का होगा, तो इन्होंने पूरा बिल्कुल वैसे ही दिखाया है और उसमें पूरा गुजराती दिखाया, तो पूरा एक्सेंट भी गुजराती था उनका सही में। और यहाँ पे देखा जाए तो यार ये जिस तरीके से वो दोनों एक्ट कर रहे हैं ना, बहुत ही ज़्यादा हिलेरियस लग रहा है। एंड अभी ये देखना होगा इनकी आगे जर्नी क्या रहती है। तो आप लोग ऐसा लगा आप कमेंट सेक्शन में जरूर बताइएगा। तो लाइक करते जाए, कमेंट करते जाए, शेयर करते जाए। और सब्सक्राइब करिए। बाय।